കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷവും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ മാനുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു കാഴ്ച നമുക്കും പോയി കണ്ടാലോ? ആ യാത്രയിലേക്ക് നമുക്ക് കടക്കാം. നെയ്യാർ ഡാമിൻ്റെ സമീപത്ത് നിന്ന് കോട്ടൂര് പോകുന്ന വഴി, ഈ വഴിയാണ് നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകേണ്ടിയിരിക്കുന്നത്. പ്രകൃതി ഭംഗിയും നെയ്യാർ ഡാമിൻ്റെ അത്യപൂർവ കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ മാൻ പാർക്കിലേക്ക് സഞ്ചാരം ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന വഴികളിലൂടെയെല്ലാം അത്യപൂർവമായ കാഴ്ചകൾ നമ്മുടെ കണ്ണിനെ അതിശയിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. കാനനപാതകളിലൂടെ, പ്രകൃതി വിരിച്ചു വെച്ച വഴിത്താരകളിലൂടെ സഞ്ചരിച്ച് നമുക്കിവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. വരുന്ന വഴിയോരങ്ങളിലെല്ലാം നെയ്യാറിൻ്റെ ഭംഗി നമ്മളെ അതിശയിപ്പിച്ചു കൊണ്ടേയിരിക്കും. പുള്ളിമാനുകൾ വരിവരിയായി ഒഴുകി വരുന്നത് പോലെ നടന്നു വരുന്ന ഈ കാഴ്ചകൾ കണ്ണിനെ എത്രമാത്രം ആനന്ദകരമുള്ളതാക്കുന്നുവെന്ന് ഇവിടെ വന്നെത്തുന്ന ഓരോ സഞ്ചാരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തൊട്ടറിയുവാൻ സാധിക്കുന്ന ഒരു അത്യപൂർവ കാഴ്ച തന്നെയാണ്. ഞാനിവിടെ സന്ദർശിക്കാനായിട്ട് തിരഞ്ഞെടുത്ത സമയം വൈകുന്നേരമാണ്. വൈകുന്നേരവും രാവിലെ സമയങ്ങളിലും മാനുകൾ ആഹാരം കഴിക്കാനായി കാടിനുള്ളിൽ നിന്ന് ഇറങ്ങി ഒന്നിച്ചിങ്ങനെ കൂട്ടത്തോടെ വരുന്ന ഒരു കാഴ്ച, അത് വളരെ മനോഹരമൊരു കാഴ്ചയായതുകൊണ്ട് തന്നെ ആ സമയമായിരിക്കും ഏറ്റവും ഉചിതം. അവർ ഒന്നിച്ച് കൂട്ടത്തോടെ വന്ന് ഒന്നിച്ച് ആഹാരം കഴിച്ച് വേളകളിലോട്ടും അവരവരുടെ ആനന്ദപ്രദമായ കാഴ്ചകളിലോട്ടും വിശാലമായ ലോകത്തേക്കും കടന്നു പോകുന്നത്, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. വനമേഖലയോട് ചേർന്ന പ്രദേശത്താണ് ഇവയെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ആദ്യം 50 മാനുകളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. പിന്നീട് അത് കാലക്രമേണ വംശവർദ്ധനവ് ഉണ്ടാവുകയും ഈ പുള്ളിമാനുകളെ വനത്തിനുള്ളിലേക്ക് തുറന്നു വിട്ടുവെങ്കിലും അവയൊക്കെ, ഈ പുള്ളിമാനുകൾ വനത്തിനുള്ളിൽ പോവാതെ പരിസര പ്രദേശങ്ങളിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇന്നും നാട്ടിൻ പ്രദേശങ്ങളിൽ നമുക്ക് ഈ പുള്ളിമാനുകളെ കാണാൻ സാധിക്കുന്നതാണ്. കാടിനുള്ളിൽ ഉല്ലസിച്ച് നടന്ന് അവർ ഇവിടെ വന്ന് ആഹാരം കഴിച്ചതിന് ശേഷം ഈ വിശ്രമിക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്. കാലിത്തീറ്റ, പുല്ല്, പ്ലാവില എന്നിവയാണ് ഇവയ്ക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നത്. ഇവയ്ക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളത്തിൻ്റെ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ മാൻ പാർക്കിൻ്റെ പ്രധാന പ്രവേശന കവാടം ഇവിടെയാണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. കമ്പിവേലിക്ക് പുറത്തുനിന്ന് നമുക്ക് ഈ മാനുകളെ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതാണ്. 1995 അന്നത്തെ കേരള മുഖ്യമന്ത്രി AK ആൻ്റണി ഈ സ്ഥലം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. തിരുവനന്തപുരത്ത് കള്ളിക്കാട് നെയ്യാർ ഡാമിന് സമീപമായിട്ടാണ് ഈ മാൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാർ ഡാമിൽ നിന്ന് കോട്ടൂർ പോകുന്ന വഴി നെട്ടുകാൽ തേരി തുറന്ന ജയിലിന് സമീപം നെയ്യാർ വന്യജീവി മേഖലയിലെ 8 ഹെക്ടർ ഏരിയയിലാണ് പുള്ളിമാൻ പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന വഴി വളരെ പച്ചപ്പും പ്രകൃതിയുടെ വിശാലമായ കാഴ്ചകളും നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. വരുന്ന വഴിയിൽ തന്നെ നെയ്യാറിൻ്റെ ഭംഗി നമ്മൾ ആസ്വദിച്ചതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന വഴിയിൽ നമുക്ക് മറ്റൊരു കാഴ്ച കൂടി കാണാൻ സാധിക്കുന്നതാണ്. മാൻ പാർക്കിലേക്ക് വരുന്ന വഴിയിലായി തന്നെ നമുക്ക് ആനയും കാണാൻ സാധിക്കും. അല്പമൊന്ന് കുറുമ്പൊക്കെ കാണിച്ച് ഈ പുല്ലൊക്കെ തിങ്ങുന്ന ഈ ഒരു കാഴ്ച നമ്മൾ അല്പനേരം കണ്ടു നിന്ന് പോകും. എന്തുകൊണ്ടും മാൻ പാർക്കിലേക്കുള്ള യാത്ര വളരെ വ്യത്യസ്തമാർന്ന ഒരു യാത്ര തന്നെയാണ്. വൈൽഡ് ലൈഫും മൃഗങ്ങളെയും പ്രകൃതി ഭംഗിയെയും ആസ്വദിക്കണമെന്നുള്ളവർക്ക് തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഇവിടം. ആൺമാനുകൾക്കാണ് കൊമ്പുകൾ കാണപ്പെടുന്നത്. ആൺമാനുകൾക്ക് 75 മുതൽ 90 കിലോ വരെയും പെൺമാനുകൾക്ക് 45 തൊട്ട് 60 കിലോ വരെയും വെയിറ്റ് വരുന്നതാണ്.
സംരക്ഷിത പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ മാനുകളെ ഉപദ്രവിക്കാനോ അതിനെതിരെ അതിക്രമങ്ങൾ നടത്താനോ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടായാൽ നിയമ നടപടികൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതാണ്. കുറച്ചധികം സമയം നമ്മൾ ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇവിടെ ഒരു വലിയൊരു വനത്തിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നതെന്നും തൊട്ടരികിലായി നിന്നുകൊണ്ട് മൃഗങ്ങളെയും കാടിനെയും അതുപോലെ തന്നെ നെയ്യാറിൻ്റെ ഭംഗിയെ നമ്മൾ കണ്ട് ആസ്വദിക്കുന്നു എന്നൊരു മായിക ലോകമെന്നോണം നമുക്കുള്ളിലുണ്ടാകുന്ന ഒരു അപ്രതീക്ഷിതമായ മാറ്റം തീർച്ചയായും നമ്മളെ വിസ്മരിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്.